ഇക്കഴിഞ്ഞ ക്രിസ്മസിൻ്റെ അവധിക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ ഡിസംബർ 25-ാം തീയതി ഞാൻ കൽക്കട്ടയ്ക്ക് പോയി. ഒരാഴ്ച അവിടെ താമസിച്ച് കൽക്കട്ടയിലും പരിസര പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളും വിദ്യാലയങ്ങളും ദേവാലയങ്ങളുമൊക്കെ സന്ദർശിക്കട്ടെ. അങ്ങനെ വിക്ടോറിയ മോണുമെൻ്റ് കണ്ടു, പ്രസിഡൻസി കോളേജിൽ പോയി, യഹൂദ ദേവാലയത്തിൽ പോയി, പിന്നെ അവിടുത്തെ കത്തീഡ്രലുകൾ കണ്ടു, ഹിന്ദു ക്ഷേത്രങ്ങളും സന്ദർശിക്കട്ടെ. പിന്നെ കൽക്കട്ടയുമായി ബന്ധപ്പെട്ട 3 മഹാന്മാരായ വ്യക്തികളുടെ അവരുമായി ബന്ധപ്പെട്ട സ്മാരകങ്ങൾ, ഒന്ന് വിവേകാനന്ദ സ്വാമികൾ ജനിച്ച സ്ഥലവും അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ബേലൂർ മഠവും കണ്ടു. അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ വസതിയുണ്ട്, നേതാജി ഭവൻ, അവിടെ പോയി. പിന്നെ മഹാകവി ടാഗോറിൻ്റെ തറവാട് ഉണ്ട്, ഠാക്കൂർ ബാടി, അവിടെ പോയി. അപ്പോൾ ഇങ്ങനെ ഈ ദേവാലയങ്ങളും ചരിത്ര സ്മാരകങ്ങളൊക്കെ സന്ദർശിക്കുന്ന കൂട്ടത്തിൽ വിഖ്യാതമായ ഇന്ത്യ മ്യൂസിയം, അതുപോലെ തന്നെ നാഷണൽ ലൈബ്രറി, ഇത് രണ്ടും എടുത്തു പറയേണ്ട 2 മഹാസ്ഥാപനങ്ങളാണ്. അവിടെയൊക്കെ പോയി. അക്കൂട്ടത്തിൽ പ്രധാനമായിട്ട് സന്ദർശിച്ച ഒരു ഹിന്ദു ക്ഷേത്രം എന്ന് പറയുന്നത് കൽക്കട്ട നഗരത്തിന് കുറച്ച് അപ്പുറത്ത്, നഗരപരിധിക്ക് പുറത്താണെന്ന് തോന്നുന്നു, ഹൂഗ്ലി നദിയുടെ കിഴക്കേ കരയിലുള്ള ദക്ഷിണേശ്വർ കാളി ക്ഷേത്രമാണ്. കാളിഘട്ടും ഉണ്ട്, അത് നഗരത്തിൽ തന്നെയാണ്. അവിടെ നിന്ന് ഏതാണ്ട് 10-50 മൈലെങ്കിലും ദൂരെയാണ് ഈ ദക്ഷിണേശ്വർ ക്ഷേത്രം. വിവേകാനന്ദ സ്വാമികളുടെ ബേലൂർ മഠം ഹൂഗ്ലി നദിയുടെ പടിഞ്ഞാറേ തീരത്താണെങ്കിൽ മറ്റേത് കിഴക്കേ തീരത്താണ്. കുറച്ചധികം യാത്ര ചെയ്യണം. അത് വലിയൊരു ക്ഷേത്രമാണ്. ഈ ദക്ഷിണേശ്വർ എന്ന് പറയുന്നത് ഏറ്റവും അധികം തീർത്ഥാടകരെത്തുന്ന വലിയൊരു ക്ഷേത്രമാണ്. ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു 2000 ആളുകളെങ്കിലും വളരെ ശാന്തമായിട്ട് ക്യൂവിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് സർക്കാർ സംവിധാനവും സൗകര്യങ്ങളും ഉണ്ടായിരുന്നുണ്ട്. പോലീസുകാരുടെ സഹായത്തോടെയാണ് ഞാൻ അവിടെ പോയി ദർശനം നടത്തിയത്. ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് തന്നെ ഒരു പോലീസ് ഔട്ട് പോസ്റ്റുമുണ്ട്. അവിടുത്തെ ഒരു പോലീസുകാരൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ദർശനം നടത്താനും തിരിച്ചു വരാനും സാധിച്ചു. ഇത് കാളി ക്ഷേത്രമാണ്, പേര് പോലെ തന്നെ കാളി ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത, സാക്ഷാൽ രാമകൃഷ്ണ പരമഹംസൻ അവിടെ പൂജാരിയാണ്. അവിടെ വെച്ചാണ് വിവേകാനന്ദ സ്വാമികൾ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ വിവേകാനന്ദൻ്റെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെയും ശാരദാദേവിയുടെയും വലിയ ചിത്രങ്ങളുണ്ട്. മറ്റ് പല പ്രമുഖ വ്യക്തികളുടെയും പടങ്ങൾ അവിടെ ഉണ്ട്. ഞാൻ പറയാൻ വന്നത്, ഈ ക്ഷേത്രത്തിനകത്ത് കാണപ്പെട്ട ഒരു ചിത്രം, അത് സാക്ഷാൽ യേശു ക്രിസ്തുവിൻ്റെ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഇത് കാണാൻ വേണ്ടി കാൽക്കട്ട വരെ പോകേണ്ടതുമില്ല. രാമകൃഷ്ണ മിഷൻ്റെ ഏത് ആശ്രമത്തിൽ പോയാലും അവിടെ വിവേകാനന്ദ സ്വാമികളുടെയും അതുപോലെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെയും ശാരദാദേവിയുടെയും പടങ്ങളുടെ കൂടെ സാക്ഷാൽ യേശു ക്രിസ്തുവിൻ്റെ പടവും ഉണ്ടാവും. ഞാൻ തൃശ്ശൂർ കണ്ടിട്ടുണ്ട്, കാലടിയിൽ കണ്ടിട്ടുണ്ട്, എറണാകുളത്തും കണ്ടിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടായേ മതിയാവും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ 33 കോടി ദേവീദേവന്മാരുള്ള ഹിന്ദുക്കൾക്ക് യേശുദേവനെ മറ്റൊരു ദേവനായിട്ട് സ്വീകരിക്കാനോ അദ്ദേഹത്തെ ആരാധിക്കാനോ യാതൊരു തടസ്സവുമില്ല എന്നുള്ളതുകൊണ്ടാണ്. ക്രിസ്തുവിൻ്റെ ദർശനം തന്നെ ഒരർത്ഥത്തിൽ ബുദ്ധഭഗവാന്റെ ഇതിൽ നിന്ന് ആശയാനുവാദം നേടിയതാണ് എന്നുകൂടി എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം തീരെ അപ്രാപ്യനായ ഒരു ഈശ്വരനല്ല യേശു ക്രിസ്തു. അദ്ദേഹത്തെ ആരാധിക്കുന്നത് ഒരു സാധാരണ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു ക്രിമിനൽ കുറ്റമോ അല്ലെങ്കിൽ മതദ്രോഹ വിചാരണ നേരിടേണ്ട രീതിയിലുള്ള ഒരു വലിയ പള്ളിക്കുറ്റമോ ആണ് എന്നെനിക്ക് തോന്നുന്നില്ല. ഇത്തരം പറഞ്ഞത് ഈ നന്ദഗോവിന്ദം ഭജൻസുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. ഇവിടെയുള്ള മൊത്തം ഹിന്ദുത്വവാദികളും വാളെടുത്ത് വെളിച്ചപ്പെട്ട് നിൽക്കുകയാണ്. തലയ്ക്ക് വെളിവുണ്ട് എന്ന് നമ്മൾ വിചാരിച്ച ചില ആളുകൾ പോലും ഈ കോലാഹലത്തിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം. ഞാൻ അവരുടെ ഒന്നും പേര് പറഞ്ഞ് ഇവരെയൊക്കെ ശത്രുക്കളാക്കാൻ ആഗ്രഹിക്കുന്നില്ല. വിദ്യാസാഗർ ഗുരുമൂർത്തിയെ പോലുള്ള ആളുകളൊക്കെയാണ് ആദ്യം വെളിച്ചപ്പെട്ടത്. പിന്നെ വാളെടുത്തവരെല്ലാം തന്നെ വെളിച്ചപ്പെട്ടു. അങ്ങനെ വെളിച്ചപ്പാടന്മാരുടെ ഒരു വലിയ കൊടുങ്ങല്ലൂർ ഭരണിയായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നോക്കുക. ഈ നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറഞ്ഞ് സമീപകാലത്ത് വളരെ പോപ്പുലറായ ഒരു ഭജന സംഘമാണ്.
അവർ ശരിയായ പഴയ പാരമ്പര്യ രീതിയിലുള്ള ഒരു ഭജനയാണ് അവതരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാലല്ല. അതിൻ്റെ കുറച്ചൊരു കച്ചവടവൽകൃതമായിട്ടുള്ള അല്ലെങ്കിൽ വാണിജ്യവൽകൃതമായിട്ടുള്ള രൂപമാണ്. ഇവരുടെ പല പരിപാടികളും വമ്പിച്ച ഹിറ്റുകളാണ്. ഇതിനോട് തുലനം ചെയ്യാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേടൻ്റെ റാപ്പ് മാത്രമാണ്. ഇവർ തമ്മിലാണ് ഇപ്പോൾ മത്സരം. അങ്ങനെ ഉത്തരോത്തര അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരുന്ന ഈ സംഘം, ഇതിലെ പ്രധാന ഗായകൻ്റെ സ്വന്തം നാടായ നെട്ടാശ്ശേരി, അത് കോട്ടയത്തിനടുത്തുള്ളൊരു സ്ഥലമാണ്, നമ്മുടെ ചാണ്ടി ഉമ്മൻ്റെ പുതുപ്പള്ളി മണ്ഡലത്തിലാണ്. അവിടെ ഒരു പരിപാടി അവതരിപ്പിക്കുന്നു. സ്ഥലത്ത് ജീർണോദ്ധാരണം നടക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി അവതരിപ്പിച്ചത്. ഇവരതിന് പ്രതിഫലമൊന്നും വാങ്ങിയില്ല. പ്രതിഫലം വാങ്ങാതെ നടത്തുന്ന പരിപാടിയാണ്. ധനശേഖരണാർത്ഥം നടത്തുന്നതാണ്. അത് ക്ഷേത്രത്തിലല്ല. നമ്മുടെ ഹിന്ദുത്വവാദികൾ മുഴുവനും വാളെടുത്ത് ക്ഷേത്രത്തിനകത്ത് ഇങ്ങനൊരു പരിപാടി നടത്തി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ 4 ചുമരുകൾക്ക് പുറത്ത്, ക്ഷേത്രം മതിൽക്കെട്ടിന് പുറത്ത്, ക്ഷേത്രത്തിൻ്റെ അല്ല, ക്ഷേത്ര വളപ്പിന് പുറത്ത് പൊതുസ്ഥലത്ത് ഒരു പരിപാടി നടത്തുകയാണ്. ഭജന തന്നെയാണ്. അത് കേൾക്കാനായിട്ട് ഹിന്ദുക്കൾ മാത്രമല്ല അഹിന്ദുക്കളും വന്നിട്ടുണ്ട്. ഈ പ്രധാന ഗായകൻ പഠിച്ചത് അതിനടുത്തുള്ള ഒരു പള്ളിവക സ്കൂളിലാണ്. അവിടുത്തെ അധ്യാപകരടക്കം വന്നിട്ടുണ്ട്. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ ചാണ്ടി ഉമ്മൻ MLA യും അവിടെ ഉണ്ട്. ഇവരൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ പാടിക്കൊണ്ടിരിക്കവേ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഞങ്ങൾ ഇനി ഒരു ക്രിസ്തീയ ഭജന ആലപിക്കും എന്ന് പറഞ്ഞ്, അതും കർണാടക സംഗീതത്തിൽ ചിട്ടപ്പെടുത്തിയ ഒരു ഭജന തന്നെയാണ്. ഇതിവർ ആദ്യമേ അനൗൺസ് ചെയ്തില്ലെങ്കിൽ അവിടെ വന്നിട്ടുള്ള ഒരാൾക്കും ഇത് ക്രിസ്തുവിനെക്കുറിച്ചാണ് എന്ന് മനസ്സിലാകുമായിരുന്നില്ല. കാരണം സാമ്പ്രദായികമായ പാരമ്പര്യാധിഷ്ഠിതമായ ഹിന്ദു ഭജനകളുടെ അതേ മാതൃകയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ്. അങ്ങനെ ഒരു ഭജൻ അവിടെ ആലപിച്ചു. അത് കേട്ടുകൊണ്ടിരുന്ന ആർക്കും ഒരു വിഷമവും തോന്നിയില്ല. ക്ഷേത്ര കമ്മിറ്റിക്കാർക്കും തോന്നിയില്ല, ഒരാൾക്കും തോന്നിയില്ല. പക്ഷേ ചില കുബുദ്ധികൾ ഇതുമ്പോൾ കയറി പിടിച്ചു. ക്ഷേത്ര വളപ്പിനകത്ത് ക്രിസ്തീയ ഭജനം നടത്തിയത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് ഇവിടെ കലാപം അഴിച്ചു വിട്ടേക്ക്. അത് ഞാൻ പറയും, തലയ്ക്ക് വെളിവുണ്ട് നമ്മൾ വിചാരിച്ചിരുന്ന പല ആളുകളും ഇതിൽ ഭാഗവാഹിത്വം വഹിക്കും. ക്ഷേത്രത്തിനകത്ത് നടത്തേണ്ട ഭജൻ അതിനകത്ത് ക്രിസ്ത്യാനികളുടെ ഒരു പാട്ട് കൂടി ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടാണ്. ഇതൊരു പള്ളിപ്പാട്ടായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും എന്ന രീതിയിൽ ഉള്ളൊരു പാട്ടായിരുന്നെങ്കിൽ, അങ്ങനത്തെ പാട്ടിന് തെറ്റൊന്നും ഉണ്ടായിട്ടില്ല. അത് ഭജനയുടെ ഭാഗമായിട്ട് പാടിയിരുന്നെങ്കിൽ ഇതിനൊരു തെറ്റ് പറയുന്നത്. ഇതങ്ങനെയല്ല. ഭജനയുടെ അതേ മാതൃകയിൽ അതേ രീതിയിൽ ചിട്ടപ്പെടുത്തിയ ആ ഒരു കലാസൃഷ്ടി തന്നെയാണ്. അതവർ മുൻകൂട്ടി പറഞ്ഞിട്ടാണ് അവിടെ അവതരിപ്പിച്ചത്. സംഘാടകർക്കോ അത് കേട്ടുകൊണ്ടിരുന്ന ഒരാൾക്കോ ആ സമയത്ത് യാതൊരു എതിർപ്പോ പ്രതിഷേധമോ തോന്നിയില്ല. അവിടവും കഴിഞ്ഞ് അമരവും കഴിഞ്ഞതിന് ശേഷം നന്ദഗോവിന്ദ ഭജൻസിൻ്റെ പേര് മാറ്റി നന്ദകുന്തിരിക്കം ഭജൻസ് എന്നൊക്കെ ആക്കുകയാണ്. ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും എന്ന് മനസ്സിലാവുന്നില്ല. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഇനി യേശുദാസ് ഈ ഹിന്ദു ഭക്തിഗാനങ്ങൾ പാടുന്നത് തെറ്റാണ്, മാപ്പിളമാർ പാടേണ്ടതല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കുടുങ്ങിപ്പോവും. യേശുദാസ് ഇതുവരെ പാടിയ പാട്ടുകൾ ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും എന്ന പാട്ട് അടക്കം റദ്ദായിപ്പോവും. അതുപോലെ നിരീശ്വരവാദിയായ വയലാർ രാമവർമ്മ എഴുതിയ ഹിന്ദു ഭക്തിഗാനങ്ങളെല്ലാം റദ്ദാക്കണം എന്ന് പറഞ്ഞാൽ കുടുങ്ങിപ്പോവും. പോട്ടെ, ഈ ഭഗവാൻ ശ്രീകൃഷ്ണനെക്കുറിച്ചൊക്കെ വളരെ ഉദാത്തമായ ഗാനങ്ങൾ എഴുതിയിട്ടുള്ളത് യൂസഫ് അലി കേച്ചേരിയാണ്. കേച്ചേരി എഴുതിയ പാട്ടുകൾ ജാനകി ജാന അടക്കം ക്യാൻസൽ ചെയ്യണത് മലയാള ഭാഷയിൽ നിന്ന് മാറ്റി കളയണം എന്ന് ഹിന്ദുത്വവാദികൾ നാളെ പറഞ്ഞാൽ അപ്പോഴും നമ്മൾ കുടുങ്ങിപ്പോവും. ഇവരെയൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഉടുത്ത ഭ്രാന്തിന് ചികിത്സ ഉടുക്കാത്ത ഭ്രാന്ത് എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഭ്രാന്ത് നിശേഷം മാറി ഇപ്പോൾ ഉലക്ക കൊണ്ടാണ് കോണം കൊടുക്കുന്നത് എന്ന് പറഞ്ഞ അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഇത് ശശികല ടീച്ചർ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും, വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞാലും എനിക്ക് മനസ്സിലാവും. പക്ഷേ ഈ ഡോക്ടർ KS രാധാകൃഷ്ണൻ പോലുള്ള ആളുകൾ ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും. അപ്പോൾ ഇത്ര തൽക്കാലം പറയാനുള്ളൂ. ഇവരൊക്കെ പടച്ച തമ്പുരാൻ തന്നെ കാക്കട്ടെ എന്നല്ലാതെ യാതൊന്നും പറയാനില്ല. ഇതുപോലെ കുറേ സംരക്ഷകർ ഈ സനാതന ധർമ്മത്തിനുണ്ടെങ്കിൽ പിന്നെ അതിന് ശത്രുക്കളുടെ ആവശ്യം വേറെ വേണ്ടി വരില്ല.